ഇതൊരു മൈൽ സ്റ്റോണാണ്, ഇതൊരു വലിയ ചുവടുവയ്പ്പാണ്. സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ വളർന്നു വരുന്ന മിമിക്രി കലാകാരന്മാർക്ക് വേണ്ടിയുള്ളൊരു ശില്പശാല, അതും കൊച്ചിൻ കലാഭവൻ എന്ന ഈ ഒരു മഹത്തായ സ്ഥാപനത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ എൻ്റെ കൊച്ചു കൂട്ടുകാരെ, സുഹൃത്തുക്കളെ എല്ലാവരെയും കാണാൻ പറ്റിയതിലും അതിയായ സന്തോഷം. എന്നെ ക്ഷണിച്ച പ്രസാദേട്ടനും കലാഭവൻ്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഇവിടെ ക്ലാസ് എടുക്കുന്നവരൊക്കെ തന്നെ, കലാഭവൻ നൗഷാദ് നമ്മുടെ പ്രിയപ്പെട്ട ആളാണ്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് സ്കൂൾ യുവജനോത്സവം തൊട്ടിട്ട് ഞങ്ങൾ കാണുകയും പരിചയമൊക്കെ ഉള്ള ആൾക്കാരാണ്. മിമിക്രി എന്ന കലാരൂപം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ വളരെ അത്ഭുതകരമായിട്ടുള്ള വളർച്ചയാണ് മിമിക്രിക്ക് ഉണ്ടായത്. ഒരു കാലഘട്ടത്തിൽ മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് പുച്ഛമായിരുന്നു ഒരുപാട് ആളുകൾക്ക്. പ്രത്യേകിച്ച് ചില വലിയ വലിയ കലകൾ അംഗീകരിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ തന്നെ എന്തോ ഒരു അവഗണന എപ്പോഴും നേരിട്ട് കൊണ്ടിരുന്ന ഒരു കലയായിരുന്നു മിമിക്രി. പക്ഷേ ഇന്ന് ഒരു മിമിക്രി കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കസേര വലിച്ചിട്ടിരിക്കാൻ പറയും. കാരണം അത്രയും ഒരു ആക്സെപ്റ്റൻസ്, സ്വീകാര്യത സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ കലാരംഗത്തും ഒക്കെ ഉണ്ടായിരിക്കുന്ന കാലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ഊർജവും നിങ്ങളുടെ ഈ ഒരു രംഗത്തേക്ക് വരാനുള്ളൊരു ആർജവും നിങ്ങളുടെ കഴിവുമൊക്കെ വളരെ ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള ഏറ്റവും വലിയ അവസരമായി നിങ്ങൾ ഈ ശില്പശാലയെ കാണണം, ഈ വർക്ക്ഷോപ്പിനെ കാണണം. കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ട് ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ. അതിനു മുമ്പുള്ള എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി. മാത്രമല്ല, ഞാൻ ഒരു ഓർഗനൈസർ ആയതുകൊണ്ട്, ഒരു സംഘാടകനായതുകൊണ്ട് മറ്റുള്ളവരുടെ ഈ സംഘാടനത്തിലെ പിഴവുകളൊക്കെ കണ്ടുപിടിക്കാൻ ഞാൻ മിടുക്കനാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഞാൻ എങ്ങനെ നോക്കിയിട്ടും ഒരു പിഴവും കണ്ടിട്ടില്ല. ഇറ്റ്ഫോക്ക് പോലുള്ള വലിയ ഇൻ്റർനാഷണൽ നാടകോത്സവം നടക്കുമ്പോൾ പോലും വളരെ അനായാസമായിട്ട് സംഘടിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി. മാത്രമല്ല, ഈ മിമിക്രി എന്ന കലാരൂപം ശരിക്കും പറഞ്ഞാൽ സർക്കാർ തലത്തിൽ അംഗീകരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം. കരിവള്ളൂർ മുരളി അദ്ദേഹം. ഞാൻ മുരളിയേട്ടൻ എന്നാണ് വിളിക്കുന്നത്. നല്ലൊരു കൈയ്യടി അദ്ദേഹത്തിന് നൽകണം. ഇത് ആമുഖ പ്രഭാഷണത്തിനായിട്ട് അദ്ദേഹത്തെ ഈ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. ഈ 66 വർഷത്തിനിടക്ക്, അതായത് കഴിഞ്ഞ വർഷമാണ് കേരള സർക്കാരും കേരള സംഗീത നാടക അക്കാദമിയും മിമിക്രിയെ അതിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു കലാരൂപമായി അംഗീകരിക്കുന്നത്. ആ അംഗീകരിക്കുന്നതിന് സഹായകമായി ഏറ്റവും ശക്തമായി നിലപാടെടുത്ത ഒരാളാണ് ഞാൻ എന്നതുകൊണ്ടാണ് ആമുഖമായി ഇവിടെ 2 വാക്കുകൾ പറയണം എന്നാഗ്രഹിച്ചത്. ഒരു സംശയമില്ല, ഈ വർക്ക്ഷോപ്പ് ചരിത്രത്തിലേക്കുള്ള ഒരു വലിയ വഴിവെട്ടിത്തുറക്കലാണ്, ഒരു വഴിത്തിരിവുമാണ്. എല്ലാ കാലത്തും കലയുടെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ സൗന്ദര്യ നിയമങ്ങളെക്കുറിച്ചും ഒക്കെ നിരന്തരം എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. വലിയ എതിർപ്പുകളെ നേരിട്ടിട്ടാണ് സത്യത്തിൽ സർക്കാർ മിമിക്രിയെ അക്കാദമി അംഗീകരിക്കുന്ന ഒരു കലാരൂപമാക്കി തീർക്കുന്നത് എന്നതും എല്ലാവരും തിരിച്ചറിയണം. അതിൽ വളരെ പ്രധാനമായും ഞാൻ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം അനുകരണ കല എന്നാണ് നാം എപ്പോഴും വിളിക്കുന്നത്. ഇതിനെ മിമിക്കിങ് എന്നാൽ അനുകരണമാണ്. പക്ഷേ സത്യത്തിൽ ഇന്ന് മിമിക്രിയുടെ വളർച്ച അനുകരണം എന്നതിനപ്പുറത്ത് റിക്രിയേഷൻ എന്നതിലേക്ക് മാറിയിരിക്കുന്നു. ഇതാണ് വെറുതെ കാക്കയോ പക്ഷിയോ തീവണ്ടിയോ കുയിലിനെ അനുകരിക്കുക എന്നതിനപ്പുറത്ത് ആക്ടിങ്ങിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു രൂപത്തിലേക്ക്, ഒരർത്ഥത്തിൽ കാരിക്കേച്ചർ ആക്ടിങ്ങിൻ്റെ ബോഡി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോസ്റ്റ്യൂമിൻ്റെ ബോഡി മൂവ്മെൻറ്റിൻ്റെ, അതായത് മൂവ്മെൻ്റ് ആർട്ട് എന്നതിന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടൊരു കലയാണ്. ബോഡി ലാംഗ്വേജിൻ്റെ, ബോഡി മൂവ്മെൻറ്റിൻ്റെ, ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആർട്ടിൻ്റെ കല, കോസ്റ്റ്യൂമിൻ്റെ, അതുപോലെ തന്നെ മിക്കവാറും മൂവ്മെൻറ്റിൻ്റെ ഒക്കെ അടങ്ങിയ അഭിനയ കലയുടെ വളരെ വിസ്തൃതമായ ഒരു വികസിതമായ രൂപമായി മിമിക്രി ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നോട്ട് മിമിക്കിങ്, അതിനപ്പുറത്ത്
ഇറ്റ്സ് റീക്രിയേഷൻ എന്ന ഒരു പുനഃസൃഷ്ടിയാണ്. വേറൊരു തരത്തിൽ ഒരു വസ്തുതയെ അതേപടി അനുകരിക്കുന്നതിനപ്പുറത്ത് വേറൊരു തരത്തിൽ റിക്രിയേറ്റ് ചെയ്യുക എന്ന കൂടുതൽ സർഗാത്മകമായൊരു പ്രവർത്തനത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്താൽ മാത്രമേ ഈ കലയ്ക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്ന ഒരു വലിയ ടെക്സ്റ്റോടുകൂടിയാണ് സർക്കാരിൽ നിന്ന് ഇത് സംബന്ധിച്ച് അക്കാഡമിയുടെ അഭിപ്രായം അറിയണമെന്ന കത്തിന് ഞങ്ങൾ മറുപടി നൽകിയത്. കുഞ്ചനമ്പ്യാരുടെ ഒരു വലിയ സംസ്കാരമുള്ള ജനതയാണ് നമ്മുടേത്. അതോടൊപ്പം തന്നെ ദാരിദ്ര്യ ദുഃഖമറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് പറഞ്ഞ ആളുമാണ് കുഞ്ചനമ്പ്യാർ. ദാരിദ്ര്യ ദുഃഖമറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്നാണ് കുഞ്ചനമ്പ്യാർ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ചിരിപ്പിക്കുമ്പോഴും ആ ചിരി മറ്റൊരാളെ കരയിക്കാൻ ഇടവരുത്തരുത് എന്ന ഒരു തിരിച്ചറിവാണ് പരക്ലേശ വിവേകം എന്നത്. ഈ പരക്ലേശ വിവേകമുള്ള കലാകാരരെ വാർത്തെടുക്കാൻ അക്കാഡമിക്കായി മിമിക്രിയിൽ എന്തൊക്കെ ചെയ്യാനാവുമെന്ന അന്വേഷണമായി തീരട്ടെ ഈ ശില്പശാല എന്നാണ്. സംഗീത നാടക അക്കാഡമിയുടെ ഈ പ്രാവശ്യത്തെ മിമിക്രിക്ക് ഗുരുപൂജ അവാർഡ് ലഭിച്ച കലാഭവൻ നൗഷാദ് സംഗീത നാടക അക്കാദമി മിമിക്രിക്ക് അവാർഡ് ലഭിച്ച കലാഭവൻ സലീമിനെ ഈ വേദിയിലോട്ട് നല്ലൊരു കൈഡിയോടുകൂടി ക്ഷണിക്കുകയാണ്. ഞാൻ ബൈജുവിന് ഒരു ആക്ഷൻ കൊടുക്കാൻ കേട്ടോ. ഓക്കെ, ഒരു ആക്ഷൻ ബൈജുവിന് എന്തെങ്കിലും ആക്ഷൻ എടുക്കാം. പക്ഷെ ആദ്യം ബൈജു ഒന്ന് റൗണ്ടിൽ നടന്നു. ഞാൻ പറഞ്ഞേക്കും, ഒരു വിശ്വരങ്ങപ്പാ. റൗണ്ടിൽ ബൈജു നടന്നു. ഒരു ഘട്ടത്തിൽ ഞാനൊരു റെഡി എന്ന് പറയുമ്പോൾ ഈ ആക്ഷൻ ബൈജു പതുക്കൊന്ന് മാറ്റണം. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സാധനം ഇടണം. കാലിന് വയ്യാത്തതോ ഒരു തുമ്മലോ സംതിങ് എന്തെങ്കിലും. റെഡി, ബൈജു ആദ്യം നടന്നോ. റെഡി, ബൈജുവിൻ്റെ ഓൺ സ്റ്റൈൽ ഉണ്ടാക്കുന്നു. ബൈജുവിൻ്റെ ക്യാരക്ടറിലേക്ക് മാറുന്നു. ചേഞ്ച് ആക്ഷൻ. ഡയലോഗ് വേണം. പതുക്കെ മതി. ഭയങ്കര റിസ്ക്. അതൊക്കെ സൗണ്ട് ശബ്ദണ്ട്. അല്ലോന്നാ ശബ്ദണ്ട്. ഇയാളുടെ ശബ്ദം കിട്ടിയില്ല. പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, സ്ലോവിൽ നിന്റെ ആക്ഷൻ വേറെ മാറ്റി. ഒരു ഡയലോഗ് കൂടിയോ? ഉറക്കെ പറയാം, പയ്യെ മാറ്റി. ഇത് നമ്മുടെ ഒരു ഓട്ടോറിക്ഷക്കാരനോ അല്ലെങ്കിൽ വേറെ ഒരു മദ്യപാനിയോ ഇഷ്ടംപോലെ കുടിയും വന്നിട്ടുണ്ട്. ഇനിയും നല്ല കുടിയും ഇനിയും വരാൻ കിടക്കുന്നു. ബീവറേജിൻ്റെ അവിടെ പോയി നിന്ന് നമുക്ക് നല്ല കുടീനെ വീണ്ടും കാണാം. ബാറിൻ്റെ അവിടെ പോയി നമുക്ക് വീണ്ടും കുടിയന്മാരെ കാണാം. അതുപോലെ വ്യത്യസ്ത ആക്ഷൻ ഉണ്ട്. ഓരോ ആക്ഷനും വ്യത്യസ്തമാണ്. നമ്മൾ ആദ്യം ഇവരെ കണ്ടിട്ട് ആക്ഷൻ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പരിവർത്തനം നടക്കും. ആ നടക്കുന്നതിൻ്റെ സമയമാണ് സ്ലോലി ആക്ഷൻ എന്ന് പറയുന്നത്.